ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയാണ് അലീനയുടെ അമ്മ എന്ന് പറഞ്ഞത് വൈജയന്തിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെ ഈ പദവി, ദത്തുപുത്രി എന്നുള്ള പദവി എനിക്ക് എടുത്തു കളയാൻ അറിയാം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ പദവി ഏതായാലും വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അത് കേട്ട് ദേഷ്യം വന്ന് തുള്ളിച്ചാടുകയാണ് വൈജയന്തി. മുത്തശ്ശിയും കൊണ്ട് ആണ് പോകുന്നത്. എന്തായാലും അലീനയും പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഉരുണ്ട് വീണത്, അതുകൊണ്ട് തന്നെ അതിന് അലീന സമ്മതിക്കുന്നില്ല ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ. അലീനയെ കൂടി മുത്തശ്ശിയെ പിടിച്ച് വണ്ടിയിൽ കൊണ്ടിരുത്തുകയാണ്. അത് കഴിഞ്ഞ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് മുത്തശ്ശി വൈജിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്ന്. ഏതായാലും എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട്. അലീനയ്ക്കും അതുപോലെ കൃഷ്ണമോൾക്കും ബബിതയ്ക്കുമൊക്കെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. മുത്തശ്ശി പോയി കഴിയുമ്പോൾ അതുപോലെ വൈജയന്തി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം നേരെ മുത്തശ്ശിയും കൊണ്ട് കമലയുടെ അടുത്തായിട്ടാണ് ചെല്ലുന്നത്. അത് കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ വെച്ചും മുത്തശ്ശി വൈജിയുടെ ഓരോ കാര്യങ്ങളെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നത്, അത് ബാലേട്ടൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിലല്ലോ, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അന്നേരം കമല പറയുന്നുണ്ട്, ഏതായാലും ഒരുപാട് കാലം ഇവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് വിഷമമാകുന്നുണ്ട്. സ്വന്തം മകൻ്റെ വീടാണ്, തറവാടാണ്. എന്നിട്ട് ഏതായാലും മുത്തശ്ശിയെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം വൈജയന്തി തിരിച്ചു വരുന്നുണ്ട്. ആ സമയം ബബിത അടുത്തു നിന്ന് പറയുകയാണ്, അതെ, ഞങ്ങളുടെ അച്ഛനെ ഇപ്പം അലീനയും അച്ഛ എന്നാണ് വിളിക്കുന്നത്. അത് കേൾക്കുന്ന വൈജയന്തി ഇരച്ചു കയറുകയാണ് അകത്തേക്ക്. അലീന ബാലേന്ദ്രൻ്റെ റൂമിലായിരുന്നു. അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് അലീന ഇറങ്ങി വരുന്നത്. അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികളുടെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് എന്ന്. ഏതായാലും ഇനി വൈജയന്തി പറയുന്നതായിട്ട് കരഞ്ഞുകൊണ്ടൊന്നും അലീന നിൽക്കത്തില്ല.